ഹായ് ഹലോ പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവും. ഇത് ചോദിക്കുമ്പോൾ ഒത്തിരി വിശുദ്ധി കയറിയിട്ട് കർത്താവിനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞേക്കരുത്. കർത്താവിനെ കാണുക എന്നുള്ളതാണ് രക്ഷിക്കപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും ഫൈനൽ ഡെസ്റ്റിനേഷൻ. എന്നാൽ കർത്താവിനെ അല്ലാതെ നമ്മൾ ഒരാളെ നമുക്ക് ആരെങ്കിലും ഒരാളെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് നേരിട്ടൊന്ന് കാണണം, പുള്ളിയോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം, കുറേ ചോദ്യങ്ങൾ നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് കാണണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു സെലിബ്രിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അതാരാണെന്നറിയോ? അത് കർത്താവിൻ്റെ വലതുഭാഗത്ത് ക്രൂശിൽ തറയ്ക്കപ്പെട്ട ആ കള്ളനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പോലെ മഹാഭാഗ്യവാനായി ഞാൻ കണക്കാക്കുന്ന മറ്റൊരാളില്ല. കർത്താവിൻ്റെ വലത്തുഭാഗത്ത് ക്രൂശിൽ കിടന്നിട്ട് വിശ്വാസത്താൽ ഒരേ ഒരു ചോദ്യത്താൽ പറുദീസ കരസ്ഥമാക്കിയ മഹാഭാഗ്യവാനായ ഒരു മനുഷ്യൻ. രക്ഷിക്കപ്പെട്ടിട്ടില്ല, മുങ്ങി സ്നാനപ്പെട്ടിട്ടില്ല, വചനപ്രകാരം ജീവിച്ചിട്ടില്ല. ഒരേ ഒരു വാക്ക് കർത്താവിനെ കണ്ട ആ മൊമെന്റിൽ തന്നെ ഇതാണ് ലോകരക്ഷിതാവെന്ന് ആ കള്ളന് മനസ്സിലായി. സമയമൊരൽപ്പം പോലും പാഴാക്കാതെ ആ മനുഷ്യൻ കർത്താവിനോട് ചോദിച്ചു, യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഹല്ലേലൂയ. ആ മനുഷ്യനെ പോലെ ഭാഗ്യം ചെയ്തവൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടും വീണും എണീറ്റും ചെയ്യരുത് എന്ന് വിചാരിക്കുന്നത് വീണ്ടും വീണ്ടും ചെയ്ത് അനുദിനം പാപാപേക്ഷ കഴിച്ച് ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ മുഖം കണ്ടപ്പോൾ ഹൃദയം രൂപാന്തരപ്പെട്ട്, യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നൊരൊറ്റ വാക്യത്തിൽ സ്വർഗരാജ്യം കരസ്ഥമാക്കിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രൂപാന്തരം എന്തെന്ന് ആ മനുഷ്യനെ കണ്ട് മനസ്സിലാക്കണം. കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടപ്പോൾ അതേ സ്ഥലത്ത് വർഷങ്ങളായി മോഷണം നടത്തിയിരുന്ന ഒരു കള്ളനായിരിക്കും. കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ആ ക്രൂശിൽ കർത്താവിൻ്റെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം രൂപാന്തരപ്പെട്ടു. മറ്റൊന്നും വേണ്ട, ഞാൻ ഇന്ന് മരിച്ചാൽ എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം മതിയെന്ന് ആ കള്ളന് തോന്നിയിട്ടുണ്ടാകണം. യേശുവിൻ്റെ മുഖം കണ്ടു മരിക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ മരിക്കുവാൻ ആ കള്ളനിടയായി. എനിക്ക് ആ മനുഷ്യനെ കാണണം, അയാളോടൊന്ന് ചോദിക്കണം. ഇത്രയും ധൈര്യം, ആദ്യമായി കണ്ട കർത്താവിനോട് ഇത്രയും വലിയൊരു കാര്യം ആവശ്യപ്പെടുവാൻ ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.